ഇനി നമുക്ക് മറ്റൊരു മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ നോക്കാം. ഫയർ NOC പോലും ഇല്ലാതെ കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. ആശുപത്രി കെട്ടിടങ്ങൾക്ക് അഗ്നിശമന സേനയുടെ സുരക്ഷയില്ല. കെട്ടിടങ്ങളുടെ അവസ്ഥയും ശോചനീയമാണ്. ആശുപത്രിയിൽ എത്തുന്ന രോഗികളാകട്ടെ വീൽ ചെയർ പോലും ലഭിക്കാതെ വലയുകയാണ്. മനോജ് ചേർന്ന വിവരങ്ങളുമായി. മനോജ്, പിന്നെ മെഡിക്കൽ കോളേജിൽ എന്താണ് ബാക്കിയുള്ളത്? തീർച്ചയായും വീണ, ആയിരങ്ങൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. എന്നാൽ ഈ മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നത് NOC ഇല്ലാതെ, അതായത് അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ അതിനുവേണ്ട അനുമതി ഇല്ലാതെ എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ആശുപത്രി എന്നാണോ നിർമ്മിച്ചത്, ആശുപത്രി കെട്ടിടങ്ങളും അനുബന്ധ കെട്ടിടങ്ങൾ, ഹോസ്റ്റൽ കെട്ടിടം അടക്കം ഈ NOC ഇല്ലാതെ, ഫയർ NOC ഇല്ലാതെയാണ് പ്രവർത്തിച്ചു വരുന്നത്. സാധാരണ നമുക്കറിയാം, ഏതൊരു കെട്ടിടമായാലും നിരവധി ആളുകൾ അവിടെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്ഥാപനമാണെങ്കിൽ സ്വാഭാവികമായും ഈ ഫയർ NOC വേണം, ഈ അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. പക്ഷേ ഒരു ആശുപത്രി ആയിട്ട് പോലും അതിന് വേണ്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഫയർ NOC ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ ഉന്നയിക്കുന്ന വാദം ഈ ഫയർ NOCക്കായി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പലതവണ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാത്തത് കൊണ്ട് ഫയർ NOC നൽകിയില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ നിരവധി ആളുകൾ പല രോഗങ്ങളുമായി, അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയിലാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച തന്നെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഫയർ NOC ഇല്ലാതെ വർഷങ്ങളായി ഈ കെട്ടിടങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ കെട്ടിടങ്ങളുടെ അവസ്ഥയും ശോചനീയം തന്നെയാണ്. ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാരണം മേൽക്കൂര അടക്കം പലയിടത്തും സീലിങ്ങുകൾ പൊളിഞ്ഞിരിക്കുന്നു. ശൗചാലയം, അതായത് ഈ മറ്റ് ശുചിമുറി അടക്കം വളരെ ശോചനീയമായിട്ടുള്ള അവസ്ഥയാണ്. ആശുപത്രിക്കുള്ളിലേക്ക് നിരവധി ആളുകൾ ദിവസവും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല രോഗങ്ങളുമായി എത്തുന്ന ഒരുപാട് പേർ, അവരുടെ കൂടെ വരുന്നവർ, അവർക്കൊക്കെ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ വേണം. അതായത് ഈ ശോചനീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, അവിടെ എത്തുന്ന രോഗികൾക്ക് കൃത്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭ്യമല്ല എന്നുള്ളതാണ്. അതായത് കാലിൽ പ്ലാസ്റ്റർ ഇട്ട ഒരാൾ അവിടെ എത്തുകയാണ്, പക്ഷേ അയാൾക്ക് അവിടെ നിന്നും പോകുവാൻ ഒരു വീൽ ചെയർ പോലും കിട്ടുന്നില്ല. ആ കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് വീൽ ചെയർ ഒന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം. പക്ഷേ അവിടെ ഒന്നും കണ്ടില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം അടക്കം പറയുന്നത്. അത്തരത്തിൽ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഒന്നാണ് ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്. അവിടെയും ഈ സമാന സ്ഥിതി തുടരുകയാണെന്നുള്ളതാണ്. അതായത് മറ്റു മെഡിക്കൽ കോളേജിലൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെടുത്ത് പരിശോധിക്കുമ്പോൾ അവിടെയും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആരോഗ്യ മേഖലയിൽ ഇത്തരത്തിലുള്ള വീഴ്ചകളുണ്ടായിട്ടും വകുപ്പ് കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നില്ല, മന്ത്രി തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ജീവനക്കാരുടെയും അതോടൊപ്പം തന്നെ അവിടെ എത്തുന്ന ആളുകളുടെയും ഒക്കെ പരാതി. കാരണം ഓരോ മെഡിക്കൽ കോളേജും ആ ജില്ലയുടെ തന്നെ, അതായത് എല്ലാ സാധാരണക്കാർക്കും ആശ്രയമാകുന്ന ഒരിടമാണ്. പക്ഷേ അവർക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളോ അല്ലെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നുള്ള കാര്യം. എന്തായാലും വിചിത്രമായിട്ടുള്ള വാദങ്ങളൊക്കെ ഈ അധികൃതർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും അനാസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം നിരവധി സമരങ്ങളടക്കം, അവിടെയുള്ള ജീവനക്കാരടക്കം സമരം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ അവിടെ എത്തുന്ന രോഗികൾക്ക് പോലും കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ലഭ്യമാക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കത് നേരിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശുപത്രിക്ക് ഉള്ളിലേക്ക് നടന്നു കയറുമ്പോൾ തന്നെ മനസ്സിലാകും. അതിന് അവിടെ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്ന പല സീലിങ്ങുകൾ, അതോടൊപ്പം തന്നെ ചുമരുകൾ വെടിച്ച് പൊട്ടിപ്പൊളർന്നൊക്കെ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശൗചാലയം, നേരത്തെ പറഞ്ഞു, അതുപോലും ഈ ശുചിമുറികൾ പോലും കൃത്യമായും വൃത്തിയോടെ സൂക്ഷിക്കാൻ അവിടെ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ആരോഗ്യ മേഖലയിലെ വീഴ്ചകൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. വകുപ്പ് ഒന്നിലും തന്നെ ഇടപെട്ട് അതിലൊരു പരിഹാരം കാണാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഈ സംവിധാനങ്ങൾ കൊണ്ടുപോകണമെന്നുള്ള ഒരു ചിന്തയും ആരോഗ്യ വകുപ്പിനില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഫയർ NOC എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു സുരക്ഷാ സംവിധാനം, അതിനുവേണ്ട ഈ ഫയർഫോഴ്സിൻ്റെ അനുമതിയൊക്കെ കൂടെയാണ്. പക്ഷേ അതുപോലും ഇല്ലാതെ ഈ കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. കാലങ്ങളായി പ്രവർത്തിക്കുന്നു. പണ്ട്, അതായത് ഈ കെട്ടിടങ്ങൾ നിർമ്മിച്ചപ്പോൾ ഈ ഫയർ സംവിധാനം, അതായത് ഈ അഗ്നിശമന സുരക്ഷാ സംവിധാനത്തിന് വേണ്ടി അവിടെ ഒരു ഓസും അതോടൊപ്പം ഇതൊക്കെ വയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രവർത്തനാനുമതി അല്ലെങ്കിൽ NOC അവിടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. കാരണം ഏതൊരു കെട്ടിടമായാലും ഈ ഫയർ NOC ലഭിക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കണം. പക്ഷേ അത്തരത്തിലൊരു മാനദണ്ഡങ്ങളും ഈ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ കെട്ടിടങ്ങളിൽ അത് പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. സാധാരണയായി അങ്ങനെ എന്തെങ്കിലും സംവിധാനം ഒരുക്കുമ്പോൾ അവിടേക്ക് ഫയർഫോഴ്സിൻ്റെ വാഹനമടക്കം അടുത്തേക്ക് എത്തുവാനുള്ള
ചെയ്യാനുള്ള സംവിധാനം, അതോടൊപ്പം തന്നെ മറ്റ് തരത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുമ്പോൾ അവർക്ക് മറ്റ് സൗകര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യം അവർ നോക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു തീപിടുത്തമുണ്ടായാൽ എത്തരത്തിലാണ് അവിടെ അതിനെ അണയ്ക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ അത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുക, അതിനുള്ള സൗകര്യങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് പരിശോധിക്കുന്നത്. ഇത് പേരിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്ന് ആളുകളെ കാണിക്കുവാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം അവിടെ ചെയ്തു എന്നുള്ളത് മാത്രമാണ്, അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. തുടർ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ അപേക്ഷ സമർപ്പിച്ചു എന്ന് പറയുമ്പോഴും അതിന് ഫയർഫോഴ്സ് അനുമതി നൽകണമെങ്കിൽ ഇത്തരം മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നുള്ളതാണ് വീണ.